എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം കൂടെ കൂടിക്കോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആദി വീട്ടിൽ ഇരിക്കുന്ന സാദി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ചിപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം മോൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. സ്കൂളിൽ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഹീറോയാകാം, പിന്നെ അതുപോലെ കിച്ചുവിനോട് സോറി പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. ഇതൊക്കെ ആദ്യം അങ്ങ് ആലോചിക്കുകയാണ്. ആ സമയത്ത് രചന വന്നിട്ട് ആദ്യയോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു മോനെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നു സ്കൂളിൽ പ്രശ്നം ഉണ്ടായാലും അമ്മയെ പ്രിൻസിപ്പൾ വിളിക്കുമല്ലോ, പിന്നെ എന്താ മോനെ ചിപ്പി മോനോട് സംസാരിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു ചിപ്പിക്ക് എന്താ എന്നോട് സംസാരിച്ചൂടെ, എൻ്റെ അനിയത്തിയല്ലേ എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ രചന പറയുന്നു അതല്ല മോനെ, അവളെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നു അതിനിത് നമ്മുടെ വീടാണോ അമ്മേ, ഇത് ആകാശങ്ങളുടെ വീടല്ലേ, ഇവിടുന്ന് എപ്പോഴെങ്കിലും നമ്മളെ അമ്മ അയാളുടെ ആരുമല്ല, നമ്മൾ ആരുമല്ല, അയാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങണം. അതുകൊണ്ട് അവൾ താമസിക്കുന്ന അവളുടെ അച്ഛൻ്റെ വീട്ടിലാണ്, അവൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ആദ്യം അങ്ങ് പറയണം. അമ്മ പൊക്കെ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവനവിടെ കിടക്കുകയാണ് മൂടിപ്പൊതിച്ച്. രചന പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയത്താണെങ്കിൽ മഞ്ജിമയാണെങ്കിലും മുഴുവൻ നമ്മുടെ ഇഷിതയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ചിപ്പിയാണ് തലേദിവസം ഫുഡ് കഴിക്കാതെ കയറി കിടന്നല്ലോ. എന്നിട്ട് അപ്പം ഇഷിതയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ ഹോർലിക്സ് എന്തോ കലക്കി ചിപ്പിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചിപ്പിനെ അത് കുടിപ്പിക്കുകയാണ്. അപ്പോൾ ചിപ്പി പറയുന്നത് അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ കലക്കി കൊണ്ടുതരും, പിന്നെ ഡോക്ടർ ആയതുകൊണ്ടാണ് കുഴപ്പം എന്നൊക്കെ പറയുന്നു. പിന്നെ അമ്മയ്ക്ക് സങ്കടമാകുമല്ലോ, അതുകൊണ്ട് ഞാൻ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ചിപ്പി ഇങ്ങനെ കുടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഇഷിത ആദ്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പറയുന്നു മോളെ അവളെ നമുക്ക് മാറ്റിയെടുക്കണം, ഇനി ഇൻഷാദയെ ഒന്ന് വിളിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നു ചിപ്പിയോട്. അപ്പോൾ ചിപ്പി ചോദിക്കുന്നു അതെന്താ, മോളൊന്ന് വിളിച്ച് നോക്കാൻ പറയുന്നു. അങ്ങനെ ഇതൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ മഹേഷ് പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ മഹേഷ് അകത്തേക്ക് വരുന്നു. അപ്പം ചിപ്പിയോട് ചോദിക്കുന്നു മോൾക്ക് ഉറങ്ങാനായില്ല, പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നു. അങ്ങനെ ചിപ്പിയെ പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ മഹേഷ് ഡോറടച്ചിട്ട് നമ്മുടെ വിനോദിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷിതയോട് പറയുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ല, വിനോദ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നത് നമുക്ക് എന്തായാലും അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ വീട്ടിലാണ്. അവിടെ ആശു വരികയാണ്. ആശു വന്നിട്ട് ഇങ്ങനെ ഇനി എല്ലാവരും ഇഷിതയെ കുറ്റപ്പെടുത്തും, അവൾക്ക് അത് ബുദ്ധിമുട്ടാകും, പിന്നെ വീട്ടിൽ മറ്റേ അവർ വരുന്നുണ്ട്, ഇനി അതും എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നു. അപ്പം മാഷു പറയുന്നത് എൻ്റെ മക്കളുടെ വിധി ഇങ്ങനെ ആയല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മുടെ മഞ്ജിമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടും ഇതാക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കൈലാസേട്ടനെ കാണാനില്ല, ഞാൻ തന്നെ ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇഷിതയും മഹേഷും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇഷിതയെ കണ്ട ഉടനെ മഞ്ജിമയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പം മഞ്ജിമ പറയാണ് നീയാണ് എൻ്റെ ഭർത്താവിനെ കാണാൻ, നീയാണ് എല്ലാത്തിനും കാരണം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകാമെന്നും പറഞ്ഞിങ്ങനെ പോകാൻ വേണ്ടി പിരിയുന്ന സമയത്താണ് നമ്മുടെ മഹേഷിനൊരു കോള് വരുന്നത്. അത് വേറെ ആരുമല്ല വിനോദ് പറയുന്നത് വെച്ചാൽ കായലിലൊരു ഇങ്ങനെ ശവം പൊങ്ങിയിട്ടുണ്ട്, അത് നമ്മുടെ കൈലാസേട്ടനാണോ എന്നുള്ള സംശയമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മഹേഷ് പെട്ടെന്നൊന്നും പറയാതെ ഞാനിപ്പോൾ വരാം എന്ന് പറയുന്നു. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോയ പിന്നെ മഞ്ജിമയും സ്വപ്നവല്ലിയും തിരികെ വന്നിട്ട് എന്താടാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയുന്നത്. അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മുടെ മഹേഷ് പറയുന്നു ഇങ്ങനെ കായലിലൊരു ശവം പൊങ്ങിയിട്ടുണ്ട്, അത് കൈലാസേട്ടനോ ആണോന്ന് അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. പിന്നെ മഞ്ജിമയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. മഞ്ജിമ അങ്ങനെ ഇഷിതയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ആ കൈ പിടിച്ച് തട്ടി മാറ്റുകയാണ്. അവളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയാം. നിങ്ങൾ രണ്ടും ഇതാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മഹേഷും ഇഷിതയും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് പോകാമെന്ന് പറയുന്നു. അവരപ്പം വിനോദിനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് വിനോദ് വരുന്നു. വിനോദ് വന്നിട്ട് പറയുന്നു അത് ഏതായാലും കൈലാസേട്ടനല്ല, വേറെ ആരുടെ ബോഡിയാണ്, കൈലാസം എന്തായാലും മരിച്ചിട്ടില്ല, അണ്ടർഗ്രൗണ്ടിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ രചനയും അവരുടെ ആകാശമാണെങ്കിൽ തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ രചന ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവനെ കൊന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നത് ഞാനല്ല പുറത്തിറക്കിയെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് പോയത്. പിന്നീട് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ കൈലാസ്
കാണാത്തതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ മഞ്ജിമ ഇഷിതയെ തല്ലുന്നതും തള്ളിയിടുന്നതും. കാരണം തള്ളിയിടുന്ന സമയത്ത് നേരെ പോയി വിടുന്നത് നമ്മുടെ കൈലാസിൻ്റെ മുമ്പിലേക്കാണ്. കൈലാസ് പുതിയ വേഷവുമായി രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ദൈവഭക്തിയൊക്കെ ആയിട്ടാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴേ ഇഷിതയ്ക്കും മഹേഷിനും മനസ്സിലായത് എന്തോ പരിപാടി ഒപ്പിക്കാനാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. അങ്ങനെ കൈലാസ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. പുതിയ വ്യക്തിയായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് നോക്കാം എങ്ങനെയാണ് കഥ പോകുന്നതെന്ന്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.